ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിപ്പോൾ 4 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരൻ്റെ അളവ് കുറച്ച് എടുക്കണമെങ്കിൽ കുറച്ചെടുക്കാം, കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ആ ഏലക്കായും പഞ്ചസാരയൊക്കെ നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. 1 കപ്പ് ചിരകിയ തേങ്ങ ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. നന്നായി പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ലേശം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അത് പിന്നെ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് ഞാൻ അളവ് പറയുന്നില്ല. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി കുറച്ചായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ കുഴച്ചെടുത്ത മാവിലേക്ക് ലേശം ഓയിലൊന്നാക്കി കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഓയിൽ പിന്നെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി സോഫ്റ്റായിട്ട് ഈ ഓയിൽ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നന്നായി സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന ആ രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. പരത്തിയെടുത്ത് ഈ ഒരു മാവിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ റോൾ ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3 എണ്ണം റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണം ഇപ്പോൾ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ഞാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായ ഓയിലിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച് ഈ ഒരു ഐറ്റം ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി വെന്ത് ക്രിസ്പി ആയി വരണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറായി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു പലഹാരം അധികം എണ്ണ കുടിക്കുകയൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന നല്ലൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ ഇതിനപ്പോൾ ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് കറുമുറ കഴിക്കാൻ ചായൻ്റെ കൂടെ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വെറൈറ്റി വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.